വഴിയരികിൽ കക്കയിറച്ചി വിൽക്കുന്നതിനിടയിൽ പാട്ടെഴുതിയും പാടിയും സംഗീതത്തെ ചേർത്തുപിടിക്കുകയാണ് കോട്ടയം അതിരമ്പുഴ സ്വദേശി സന്ധ്യ സുരേഷ്. ജീവിത പ്രതിസന്ധികളോട് പൊരുതുന്ന സന്ധ്യയ്ക്ക് എല്ലാം മറികടക്കാനുള്ള വഴി കൂടിയാണ് പാട്ടുകൾ. സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് സന്ധ്യ. എന്റെ ഇഷ്ടരാഗവും ഞാൻ മറന്നു, ചുറ്റിലും കാണുമിന്നിൻ പ്രതിച്ഛായയിൽ ഒക്കെയും നീ മാത്രമായിരുന്നു. ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിലെ മുണ്ടുവേലിപ്പടിയിൽ ദിവസവും വൈകിട്ട് ഒരു കൊട്ട കക്കയിറച്ചിയുമായി എത്തും സന്ധ്യ. ഉപജീവനമാർഗം കച്ചവടമാണ്, പക്ഷേ ജീവിതം സംഗീതവും. ഒന്നു കാണാൻ കഴിയാതെ ഞാൻ നിന്നിലെ നിന്നെ അറിഞ്ഞവളായിരുന്നു. ഒന്നു കാണാൻ കഴിയാതെ ഞാൻ നിന്നിലെ നിന്നെ അറിഞ്ഞവളായിരുന്നു. വഴിയാത്രക്കാരും കക്കയിറച്ചി വാങ്ങാൻ എത്തുന്നവരുമെല്ലാം സന്ധ്യയുടെ മധുര സംഗീതം ആസ്വദിക്കുകയാണ്. തിടയുന്നു നാഥേ, അറിയുന്നതില്ലേ നീ അമ്മേ, കടൽ നീക്കി എന്നിൽ നീ കനിവേകിടേണമേ, കരുണാർദ്രയായ അമ്മേറീത്തേ. ശാസ്ത്രീയമായി സന്ധ്യ സംഗീതം പഠിച്ചിട്ടില്ല. എൻ്റെ നാട് ചേർപ്പങ്കലാണ്. അവിടെ പുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ, അവിടെ അമ്പലത്തിൽ ചെറിയ ജോലികളൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും പാടുന്നത് കേട്ടിട്ട് അങ്ങനെ പാടി തുടങ്ങിയതാണ് കേട്ടോ. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് സന്ധ്യ. കഠിനാധ്വാനത്തിന്റെ ഇടയിലാണ് പാട്ടും പാട്ടെഴുത്തും. ഞാൻ ഇവിടെ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ക്ലീനിങ് സ്റ്റാഫാണ്. പിന്നെ അത്യാവശ്യം ആരെങ്കിലും വീട്ടുപണിക്കൊക്കെ വിളിക്കുമ്പം പോകാറുണ്ട്. അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. സ്വന്തമായി എഴുതിയ പാട്ടുകളാണ് പാടുന്നതിലധികവും. ഞാൻ പാടുന്നതിനേക്കാൾ ഉപരി എനിക്ക് ഞാൻ എഴുതുന്ന പാട്ടുകൾ, എനിക്ക് എഴുതുന്ന പാട്ടുകൾ 10 പേര് അറിയണം, അത് ഞാൻ പാടണമെന്ന് പോലും ഞാൻ സത്യം പറഞ്ഞ് ആഗ്രഹിച്ചിട്ടില്ല. കുറേ പാട്ടുകൾ എഴുതി, കുറേ ട്യൂണൊന്നും ചെയ്തിട്ടില്ല. കുറച്ചവിടെ ഇങ്ങനെ ട്യൂൺ ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങൾ സന്ധ്യയുടെ പാട്ടുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മലയാളത്തിലെ പിന്നണി ഗായകരെ നേരിട്ട് കാണണമെന്നാണ് സന്ധ്യയുടെ ആഗ്രഹം. പുഴകളും താണ്ടി കാന്തനെ തേടിയലഞ്ഞൊരു പെണ്ണുണ്ടേ, അവൾ കാളി കറുത്തൊരു കാളി പെണ്ണാണേ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.